യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചാല് അവിടെ മറഞ്ഞു നിന്നിട്ട് ഗറില്ല ആക്രമണം പോലെയാണ് നടത്തിയത്. നമസ്കാരം. ഇതുവരെ വാങ്ങിച്ചു കൂട്ടിയ പേരൊന്നും പോരാ ഗോവിന്ദന്. ഇനി ഗറില്ല ഗോവിന്ദൻ എന്നുകൂടി മനുഷ്യനെ കൊണ്ട് വിളിപ്പിച്ചേ അടങ്ങൂ. നിങ്ങൾക്കിതെല്ലാം എങ്ങനെ സാധിക്കുന്നു മാഷേ? ശക്തമായ ഭരണകൂടത്തിനെതിരെ ഒളിപ്പോരാട്ടം നടത്തുന്നതിനെയാണല്ലോ ഗറില്ല യുദ്ധം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന സൈദ്ധാന്തികൻ ചെഗുവേരയാണെന്ന് ഈ ഗോവിന്ദൻ സഖാവിന് അറിയാമോ എന്തോ? ഗോവിന്ദൻ പറഞ്ഞ ഗറില്ല യുദ്ധം നടക്കുന്നത് നട്ടുച്ചയ്ക്കല്ല, രാത്രിയുടെ മറവിലാണ്. ഗറില്ലകൾക്ക് എന്തും ആയുധമാണ്. പക്ഷേ കരിങ്കൊടി ഗറില്ല ആയുധമാക്കിയതായി ചരിത്രത്തിൽ എവിടെയും പറയുന്നില്ല. സന്ദേശത്തിലെ ബുദ്ധിജീവി കുമാരപിള്ള സാർ പാർട്ടിക്കാരോട് പറയുന്നത് നമുക്ക് ഛത്രപതി ശിവജിയുടെ രീതിയിൽ, ചെമ്പടയുടെ രീതിയിൽ, ഫിഡൽ കാസ്ട്രോയുടെ രീതിയിൽ ഗറില്ല വാർ നടത്താമെന്നാണ്. കാട്ടുകല്ലും കരിങ്കല്ലുകളും നമ്മൾ ആയുധമാക്കും. അത് വെച്ച് പോലീസിന് നേർക്ക് നമ്മൾ മിസൈലുകൾ പായിക്കും. ഓടകളിൽ ഇറങ്ങിയിരുന്നും അരയാലിൻ്റെ മുകളിൽ കയറിയും രാത്രി 12 മണിയോടെ അറ്റാക്ക് തുടങ്ങണം. വരൂ സഖാക്കളെ, നമുക്ക് ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാം. ആ രംഗം നിങ്ങളാരും മറന്നിട്ടുണ്ടാകില്ല. ഇങ്ങനെ ഒരുപാട് ഒളിത്താവളം കണ്ടുപിടിച്ച പുള്ളികളാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഗോവിന്ദൻ ഓർത്തില്ല. ഇതുപോലെയുള്ള യുദ്ധതന്ത്രമാണോ ഗോവിന്ദ KSUക്കാർ നടത്തിയത്? ക്യാമറയുടെ മുൻപിൽ നിന്ന് ആരെങ്കിലും ഒളിപ്പോര് നടത്തുമോ? നിങ്ങൾ പണ്ടൊരു ഒളിക്യാമറ വെച്ച് കണ്ടുപിടിച്ചതൊക്കെ ഞങ്ങൾക്കറിയാം. വന്നു കയറിയ വിപ്ലവകാരിയായ നിങ്ങളുടെ സഖാത്തിയുടെ പിഞ്ച് കഴുത്ത് തോളിൻ്റെ മുകളിലിരുന്ന് ഒന്നാടിയാൽ ഇളകുന്നതാണെന്ന് ആരറിഞ്ഞു? കുഞ്ഞുങ്ങൾക്ക് തലയുറയ്ക്കാത്തൊരു പ്രായമുണ്ട്. അപ്പോൾ കൈകൊണ്ടൊരു താങ്ങ് വേണം. നാടാകെ നടന്ന് ഗർജിച്ച് സമരക്കാരെ വെല്ലുവിളിക്കുന്ന വീണയുടെ കഴുത്ത് ഇത്ര കട്ടിയില്ലാത്ത ഉണ്ണിപ്പിണ്ടി കഴുത്താണെന്ന് ആരറിഞ്ഞു? പോലീസ് പോലും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി, ഏതവനാടാ വാടാ എന്നൊക്കെയായിരുന്നു നേരത്തെയുള്ള വെല്ലുവിളി. ആകാശത്തു നിന്നും നൂലേണിയിലൂടെ AKG സെൻറ്ററിൻ്റെ മണ്ടയ്ക്ക് വന്നിറങ്ങിയതിൻ്റെ പക്വതയില്ലായ്മയാണ് ഇതെല്ലാം. ഗോവിന്ദൻ എന്തൊരു ദുഃഖമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ചു വളച്ചു, ഇതും പറഞ്ഞൊരൊറ്റ കരച്ചിലായിരുന്നു. 2001 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ അപകടത്തെ തുടർന്ന് ഉളുക്കിയ വീണയുടെ കഴുത്ത് വെട്ടിത്തിരിഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ വീണ്ടും വേദനിച്ചതാണ്. ഇടത് കൈയിലെ വരട്ടച്ചൊറി പോലെയുള്ള എന്തോ ഒരു മുറിവ് കാണിച്ച് ബിനീഷ് കോടിയേരിയാണ് ആദ്യം ആ മാരക മുറിവിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ICUവിൽ നിന്നും ഒളിച്ചോടിയ വീണ ഇപ്പോൾ വലിയ അസുഖക്കാരിയായി മാറി. കോളർ ബാൻഡ് ചുറ്റിയ അഭിമുഖങ്ങൾ നൽകുകയാണ് ഇപ്പോൾ. എന്നെ ആക്രമിച്ചു, ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ചു പറയുന്നത്. പക്ഷേ ഗറില്ല യുദ്ധമല്ല, പുലി പതുങ്ങുന്നത് പോലെ പതുങ്ങിയിട്ട് ഒരൊറ്റ കുതിപ്പായിരുന്നു. വീണിടത്ത് കിടന്നുരുളാതെ വേറെ മാർഗമില്ല. ഈ പാർട്ടിയുടെ ഒരു കുഴപ്പമാണത്. പോഴത്തരമാണെങ്കിലും മിണ്ണത്തരമാണെങ്കിലും തെറിയാണെങ്കിലും പറഞ്ഞതിനെ ആവർത്തിച്ച് ഉറപ്പിക്കുക, ന്യായീകരിക്കുക, ഇതാണ് തന്ത്രം. കാഫർ സ്ക്രീൻഷോട്ട് മുതൽ ശൈലജയുടെ അശ്ലീല വീഡിയോ കണ്ടു എന്നുവരെ പ്രചരിപ്പിച്ചത് ഗോവിന്ദനായിരുന്നു. അങ്ങനെ ഒന്നില്ല എന്ന് ശൈലജ പറഞ്ഞിട്ടും ഗോവിന്ദൻ പറഞ്ഞത് ഇല്ലെന്ന് അവർ പറഞ്ഞാൽ മതിയോ എന്നാണ്. ദൈവമേ, ഈ ഗോവിന്ദനും പിണറായി വിജയനും ഇനിയുള്ള കാലമെല്ലാം ഈ പാർട്ടിയെ നയിക്കണമേ. ഒരു കൊടിക്കമ്പ് പോലുമില്ലാതെ കരിങ്കൊടിയുമായി വന്ന 4 പിള്ളേർ ഗറില്ല യുദ്ധമാണ് നടത്തിയതത്രേ. ഗൊറില്ല പോലെ അലറിയത് വീണയായിരുന്നു. ഹിരണ്യകശിപുവിനെ ആക്രമിക്കാൻ നരസിംഹം തൂണ് പിളർന്ന് വരും പോലെ ഒരൊറ്റ വരവായിരുന്നു KSUക്കാർ. കോൺഗ്രസ് ഗറില്ലകളെ പരിശീലിപ്പിക്കുകയാണ് പോലും. സത്യത്തിൽ ഗോവിന്ദനൊരു തോന്നലാണോ മിത്താണോ AI ആണോ എന്നൊന്നും ആർക്കും അറിയില്ല. പെൻഷൻ നാടകവും കഴുത്ത് നാടകവും എല്ലാം പരാജയമായിട്ടും ആത്മവിശ്വാസത്തോടെ അന്തങ്ങളെ നിത്യവും ലെവലാക്കി നിർത്താനുള്ള അപാരമായ കഴിവുണ്ട് ഈ സഖാവിന്. ഗറില്ല യുദ്ധമുറയുമായി കരിങ്കൊടിയുമായി വന്ന 3 പയ്യൻസിനെ തടയാൻ ഒരു വാരിക്കുന്തം പോലുമില്ലാത്ത പോലീസായി പോയല്ലോ ഇവിടെയുള്ളത്. DYFIക്കാരുടെ തെറികേട്ട് പാവങ്ങളുടെ മനോനിലയാകെ തകർന്നിരിക്കുകയാണ്. പകൽ കരിങ്കൊടിയുമായി ചാടി വീണാൽ ഗറില്ല യുദ്ധം, രാത്രി ബോംബുണ്ടാക്കി ശത്രുക്കളുടെ വീടിനെറിയുന്നതും വെട്ടിക്കൊല്ലുന്നതും ധർമ്മയുദ്ധം. ഗോവിന്ദനിൽ എന്തോ അസുഖലക്ഷണം കണ്ടിട്ടായിരിക്കണം BJP നേതാവായ യുവരാജ് ഗോകുൽ ഒരു പോസ്റ്റ് ഇട്ടു, ഗോവിന്ദനെ ഇപ്പോൾ കൊണ്ടുപോയാൽ നടത്തിക്കൊണ്ടുപോകാം.